ഇന്ന് നമ്മൾ സ്നോ കാണാൻ വേണ്ടി പോകും. ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ. എന്താ വെച്ചാൽ 2 ഡിഗ്രി വരെ തണുപ്പുണ്ടായിരുന്നു. മോർണിംഗ് നല്ല കാഴ്ചകൾ കാണാൻ പറ്റും മോർണിംഗ് രാവിലെ എണീച്ചാൽ. ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് കുറേ മലയാളീസിന് കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മളെ സെക്കൻഡ് ഡേ ആണ്, മനാലിയിൽ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ എൻഡിങ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി അതിൻ്റെ എൻഡിങ് ചെയ്ത് ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് വ്ളോഗ് ചെയ്യേണ്ടത്, എന്തെല്ലാം ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇന്ന് ഇവിടെയും ഈ ഹോട്ടലിൽ ഫുള്ള് ട്രിപ്പ് വാലിൻ്റെ ആൾക്കാരാണ്. ട്രിപ്പ് വാലി നടത്തുന്ന ട്രാവലിംഗ് ഏജൻസിൻ്റെ അവർ എന്തോ സ്പോൺസറുള്ള ഹോട്ടലാണ് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഫുൾ മലയാളീസാണ്. ഇന്നലെ ഒരു മലയാളീസ് ചെക്കൗട്ട് ചെയ്ത് ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് കുറേ മലയാളീസിന് കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞ് ഷൂട്ട് ചെയ്യാൻ. അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ വിഷ്വൽസിനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ റൂം. നല്ല വ്യൂ ആണ് ഇവിടെ ഉള്ളത്. നല്ല വ്യൂ, സെറ്റ് വ്യൂ. നമ്മൾ മോർണിംഗ് എണീക്കുമ്പോൾ ഐസ് നോക്കി എണീക്കാൻ പറ്റും. സെറ്റ്. ഇതാണ് നമ്മൾ റൂം ടൂർ കാണിച്ചു തരാം. ഇതെന്ന് വെച്ചാൽ ജസ്റ്റ് ഇരിക്കാനുള്ള സ്ഥലം, പുറത്തിരിക്കാനുള്ള സ്ഥലമായത്. എന്താണെന്ന് വെച്ചാൽ പുറത്ത് നല്ല മഞ്ഞ തണുപ്പല്ല, അതുകൊണ്ട് ഒരു ഉള്ളിൽ ഒരു ഹോൾ ടൈപ്പിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് പുറത്തത്തെ ഔട്ട്ഡോർ. ഇത് എൻ്റെ റൂമാണ് 105. ഇത് അവർ അൽത്താഫിൻ്റെ ഒരു റൂമാണ്. ഫുള്ള് ലോക്കലുണ്ട് ഒരു സിംഗിൾ റൂമിന്. ഇത് മറ്റുള്ളവരുടെ റൂമാണ്. ഇവിടെ ടോട്ടൽ 3 റൂംസ് ഉണ്ട്. നമ്മൾ ശരിക്കുള്ളത് ഒരു മനാലിയിൽ ഒരു വില്ലേജിലാണ് നമ്മളുള്ളത്. ഇന്നലെ രാത്രി ഉറങ്ങാനേ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ. എന്താ വെച്ചാൽ 2 ഡിഗ്രി വരെ തണുപ്പുണ്ടായിരുന്നു. മോർണിംഗ് അത്ര ഒന്നും ഫീൽ ചെയ്തില്ല. മോർണിംഗ് 7 ഡിഗ്രി സംതിങ് ഉണ്ടായിരുന്നു. ശരിക്കും ഉറങ്ങിയിട്ടില്ല. ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതെൻ്റെ റൂമാണ്. ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പുറത്ത് പോകാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. അയാൾ 8 മണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്, ടാക്സി ഡ്രൈവർ. ഇപ്പോൾ മനാലി സ്നോ ഒന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ സമ്മർ സീസൺ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ടല്ലേ. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞ് ഏതോ ഒരു സ്ഥലത്ത് സ്നോ ഉണ്ട്, അവിടെ കൊണ്ടുപോകുന്നുണ്ട്. 8 മണിക്കാണ് പറഞ്ഞിട്ടുണ്ടായേ. ഇപ്പോൾ ഏകദേശം സമയം 8:30. എന്താണെന്ന് വെച്ചാൽ ഇവിടെ താഴെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലേറ്റായി പോയി. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഡിലേ ആയി. പിന്നെ നമുക്ക് കുറച്ച് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എൻച്ചപാടന്നെ കുറച്ച് വീഡിയോസ് പ്രൊമോഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കി വിഷ്വൽസൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ മൗണ്ടൻ കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. സ്നോക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മളോട് പച്ച ഡ്രസ്സ് കിട്ടിയിട്ടുള്ള റെന്റിനാ വാങ്ങിയ. ഇത് റെന്റിന്, ഇതിപ്പോ അല്ലല്ല ഇവനും റെന്റിനാ വാങ്ങിയ. ഇത് നമ്മൾ റിട്ടേൺ കൊടുക്കേണ്ടതാ. ഈ ജാക്കറ്റും പാൻറ്റും ഒന്നിച്ചാ വരുന്നത്. പിന്നെ ഈ ഹാൻഡ് ഗ്ലൗസും സോക്സും വാങ്ങിച്ചിട്ടുണ്ട്. സോക്സ് അത് നമുക്ക് കൊണ്ടുപോവാം. ഇപ്പൊ നമ്മള് മൗണ്ടൻ കയറിക്കൊണ്ടിരിക്കുക. അവിടുത്തെ വിഷ്വൽസൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ഇയാള് കുറേ ഒന്നും ഉണ്ടില്ല, കുറച്ചും ഉണ്ട്. ഇപ്പം എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ റിപ്ലൈ കുറച്ചോ ദൈർഘ്യം. എനിക്കിപ്പില്ലേ ലേറ്റ് പറഞ്ഞാൽ എനിക്ക് അറിയാം. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്ത് പറയണം അറിയാം. അത് കുറച്ച് ലേറ്റ് ആയിട്ട് ഉണ്ടെന്ന്. നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിട്ട് പറയും. സോലാങ് വാലി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത് അട്ടൽ ടണലിലോട്ടാണ് പോകുന്നത്. അട്ടൽ ടണലിലോട്ട് പോയതിന് ശേഷം ഏതോ ഒരു സ്ഥലത്തേക്ക് ഇയാൾ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നോ കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അട്ടൽ ടണലിൽ എത്തിയിട്ടുണ്ട്. അട്ടൽ നമ്മളെ സെക്കൻഡ് ലൊക്കേഷൻ അട്ടൽ ടണലിൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കിतना किलोमीटर ലോങ് है? അപ്പം നമ്മ ഇപ്പം എവിടേക്ക് എത്തിയാൽ മനാലി എത്തി. റോത്താങ് ബസ് സൈഡിക്ക് റോത്താങ് ബസ് എത്തി. മനാലിയിലല്ലേ സ്റ്റേ ആക്കിയിട്ടുണ്ടേ. ഇത് റോത്താങ് ബസ് എത്തിയിട്ടുണ്ട്. അപ്പൊ മഞ്ഞ് കണ്ടിട്ടുണ്ട്. നമുക്ക് മഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരിക്കലും വിചാരിച്ചില്ല. എന്താന്ന് വെച്ചാൽ ഇത് ഏത് മാസം? ഏപ്രിൽ മാസം അല്ലേ? ഏപ്രിൽ മാസം സമ്മർ ടൈമാ. അപ്പോൾ എല്ലാവരും പറഞ്ഞ് നമ്മളെ ഭാഗ്യം പോലെ ഉണ്ടാവും, സ്നോ കിട്ടും. അപ്പോൾ ഷംന ഉറപ്പിച്ച് പറഞ്ഞിരുന്നു എന്തായാലും സ്നോ കിട്ടും. അപ്പൊ കിട്ടിയിട്ടുണ്ട് സ്നോ. നമുക്ക് എന്താ ഷംനെ പറയാനുള്ള പറയേ? ഷംന ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെല്ലാം നോക്കിക്കൊണ്ട് സ്നോ എപ്പോഴാ സ്നോ ഉണ്ടാകുന്നേ, എപ്പോഴാ മഞ്ഞുണ്ടാകുന്നേ.
കഴിക്കുന്നുണ്ട്. ആ ഭയങ്കര ഇത് സംഭവം സീസൺ അല്ല, എന്നിട്ട് ഭയങ്കര തണുപ്പുണ്ട്. സീസൺ ആയാല് നമുക്ക് ഇവിടെ നിക്കാൻ പോലും പറ്റില്ല. സ്നോന്റെ അടുത്ത് എത്തിയപ്പോ ഫസ്റ്റ് നമ്മൾ കഴിക്കുന്നത് ഫുഡാ മാഗി. കുറെ ഷൂട്ട് ചെയ്യാൻ പ്ലാനിങ് ഉണ്ടായിരുന്നു, വ്ളോഗ്സ് കുറച്ച് ഷൂട്ട് ചെയ്യാം. ഇതാണ് ആ പ്ലേസ്, നമ്മളുള്ള പ്ലേസ് ഇതാണ്. നല്ല രസമുണ്ട് ഈ പ്ലേസ്. മാഗി കഴിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ വെച്ച് ഞാൻ വ്ളോഗ് ഇവിടെ വെച്ച് നിർത്താൻ പോവുകയാണ്. ഈ വ്ളോഗാണ് ഇവൻ ഇപ്പോഴാണ് വ്ളോഗ് സ്റ്റാർട്ട് ആക്കുന്നത്. എന്ന് വെച്ചാല് നമുക്ക് 90K ആയിട്ടുണ്ട് ഗൈസ്. 100K ആവാന് കുറച്ചും കൂടി 90K ആയിട്ടുണ്ട്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ഇതേപോലെ 100K ആവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം. 100K ആണ് എന്റെ ഡ്രീം. പ്ലേ ബട്ടൺ ആണ് എന്റെ ഡ്രീം. അപ്പൊ ഗൈസ് ഇവിടെ വെച്ച് ഞാൻ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ നമ്മൾ റിട്ടേൺ നാട്ടിലേക്ക് പോകും. ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് ബാംഗ്ലൂരിലേക്ക്. നമ്മൾ അടുത്തുള്ള എയർപോർട്ട് ബാംഗ്ലൂരാണ്. ഡൽഹിയിൽ നിന്ന് ഏകദേശം 5 മണിക്കാണ് ഇത് ഫ്ലൈറ്റുള്ള. ഗൈസ് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ വ്ളോഗ്സിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കമൻറ്റ്സ് വന്ന് ഇന്ന മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഭാഷയിലോ കാസർഗോഡ് ഭാഷയിൽ കുറേ ആൾ സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാസർഗോഡ് ഭാഷ എല്ലാവർക്കും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ശുദ്ധ മലയാളം കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗൈസ് കഴിഞ്ഞത്ര മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അത് ബൈ പറഞ്ഞ ബൈ. അപ്പൊ എന്റെ ബ്ലോഗ് സ്റ്റാർട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ബൈ.